ജോസിൽ ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇടുക്കി മേഖലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയണം. ഹൈറേഞ്ച് പ്രദേശമാണ്, ഏറെ ജാഗ്രതയോടെ കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ജോസിൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇടുക്കിയിലെ സാഹചര്യം? മഴയില്ല എന്ന് തോന്നുന്നു, രാവിലെ കുടയൊന്നും ചൂടിയിട്ടില്ല. ഗുഡ് മോർണിംഗ് മനു. വളരെ സന്തോഷകരമായ രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇടുക്കിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷം, എന്നാൽ ഒരു ചെറിയ തണുപ്പൊക്കെയുള്ള സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിൽക്കുന്നത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന തൊടുപുഴയിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ എല്ലാ താലൂക്കുകളിലും വിളിച്ച് രാവിലെ അന്വേഷിച്ചപ്പോഴും ഇത്തരത്തിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇടുക്കിയിൽ നിലനിൽക്കുന്നത്. അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വസ്തുതയാണ്. കാരണം ഒരുപാട് ദുരന്തങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായ ഒരു ജില്ല എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഉറപ്പായിട്ടും ഇടുക്കിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഉണ്ടായിരിക്കും. ഏതായാലും ഇപ്പോൾ ഇടുക്കിയിൽ വളരെ ജാഗ്രതയോടുകൂടി ജില്ലാ ഭരണകൂടം ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ സെൻട്രലിലടക്കം അതുപോലെ തന്നെ 5 താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഏത് വിവരങ്ങളും അപ്പോൾ അറിയാവുന്ന രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന മൂന്നാറിൽ ക്യാമ്പ് തന്നെ ചെയ്യുന്നുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത്. ഒന്ന് ഈ ഇടുക്കി സെൻട്രൽ HRC ഹാളിൽ ഒരു കുടുംബത്തെ മാത്രം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു കുടുംബത്തെ, അതിൽ 7 പേരെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ ഉണ്ടായ മൂന്നാറിൽ മൗണ്ട് കാർമൽ പള്ളിയുടെ പാരിഷ് ഹാളിൽ 62ഓളം പേരെ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കിയിൽ നിലവിലുള്ളത്. ഈ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മണ്ണിടിച്ചിലും അതുപോലെ ദേശീയപാതയിൽ ഇന്നലെയും മരം വീണു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചിരുന്നു. ഇന്നലെയും അത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറ് ജസ്റ്റ് കടന്നു പോകുന്ന ഒരു സമയത്താണ് വലിയ മരം ഈ ദേശീയപാതയിലേക്ക്, കൊച്ചി ധനുഷ്കോടി പാതയിൽ നേര്യമംഗലത്തിന് സമീപം വീണത്. അത്തരത്തിൽ മരം വീഴ്ചകൾ, അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം CPM-ൻ്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വന്യജീവി സംഘർഷവും അതുപോലെ തന്നെ ഇത്തരത്തിൽ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന ഇത്തരത്തിൽ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും വളരെ ജാഗ്രതയോടെ, ഏതായാലും ആശ്വാസകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇടുക്കിയിൽ ഉള്ളത് എന്നുള്ളതാണ് ഇടുക്കിയിൽ നിന്ന് പറയാനുള്ളത്.